ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഷവർമ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൽ തന്നെ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ തൊട്ടു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് കുബൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഷവർമയ്ക്കായിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് മസാല ഒന്ന് തേച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പൊ ദാ ചിക്കന് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചൂട് പോയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ നേരം ഇട്ട് ക്രഷ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ ചിക്കന് നല്ലപോലെ ക്രഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനാണ്. കേബേജ് ചെറുതായി കട്ട് ചെയ്തെടുത്തത് 1 കപ്പ്, കക്കരിക്ക ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ്, പിന്നെ 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില, 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം വിനാഗിരി. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങാനീരും ചേർക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗാർലിക് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഗാർലിക് മയോണൈസ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ പോയിട്ട് കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇപ്പം ആഡ് ചെയ്ത വെജിറ്റബിൾസിന് പുറമെ നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റും ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് ആഡ് ചെയ്യണില്ല, കാരണം എനിക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമില്ല. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും വെജിറ്റബിൾസ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷവർമയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്യണം എങ്ങനെ നോക്കാം. ആദ്യം നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുബൂസ് വെക്കുക. എന്നിട്ട് ആ കുബൂസിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഗാർലിക് മയോണൈസ് തേച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു നടുഭാഗത്തായിട്ട് വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം കുബൂസിൻ്റെ 2 അറ്റം കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഷവർമ ഉണ്ടാക്കാനുള്ള പണി വളരെ എളുപ്പമാണ്. ആർക്കും തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.